പ്രതിരോധത്തിലാക്കി വയനാട് പുനരധിവാസ ഫണ്ടിന്റെ കണക്കിലെ പൊരുത്തക്കേട്. യൂത്ത് കോൺഗ്രസും ബഹുജന സംഘടനകളും മാത്രം നൽകിയത് 3.25 കോടി രൂപ. ആപ്പ് വഴി കിട്ടിയത് 3,78,00,000 രൂപയെന്ന് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കമ്പനി. ചെക്ക് മുഖേന ലഭിച്ചത് ഇതിനു പുറമെ കോൺഗ്രസിന്റേത് കള്ളക്കണക്കെന്ന് LDF. വയനാട് ദുരിതബാധിത ശ്രുതിയെ വീട് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചെന്ന ആരോപണത്തിൽ CPIM-നെതിരെ T. സിദ്ദിഖ് നിയമ നടപടിക്ക്. ജില്ലാ സെക്രട്ടറി K. റഫീഖിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകും. പാർട്ടിക്കെതിരെ സൈബർ ആക്രമണം എന്നാരോപിച്ച് DGPക്ക് പരാതി നൽകി ദീപ്തി മേരി വർഗീസ്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ കോൺഗ്രസിന് MN കാരശ്ശേരിയുടെ രൂക്ഷ വിമർശനം. ദുരിതബാധിതരോട് കോൺഗ്രസ് മര്യാദ കാണിച്ചില്ല, ഉദാസീനതയും ഉഴപ്പും പാടില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ത് ചെയ്തെന്നും കാരശ്ശേരി. വയനാട് പുനരധിവാസത്തിനായി പിരിച്ച പണത്തിന്റെ കണക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ആന്റോ ആന്റണി. CPIM സൈബർ സംഘങ്ങളെ ഉപയോഗിച്ച് ദുഷ്പ്രചാരണം നടത്തുന്നെന്നും ആന്റോ ആന്റണി ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. സുതാര്യമായ കണക്കുകൾ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തും. കോൺഗ്രസ് പറഞ്ഞ, യൂത്ത് കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യവും ചെയ്യാതിരിക്കില്ല. സ്വന്തം കണ്ണിലെ തുലാം എടുത്തിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കറെടുക്കാൻ ശ്രമിച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് CPM നേതൃത്വത്തോടും ഭരണ നേതൃത്വത്തോടും പറയാനുള്ളത്. വീട് നിർമ്മാണത്തിന് വീണ്ടും പിരിവ് നടത്തില്ല എന്ന് ഷാഫി പറമ്പിൽ. തൃശൂരിൽ BJPയെ വെട്ടിലാക്കി വോട്ടിന് കിറ്റ് വിവാദം. കിറ്റിന് പണം നൽകിയത് BJP നേതാവ് രാധാകൃഷ്ണൻ എന്ന ഒളരിയിലെ സൂപ്പർമാർക്കറ്റ് ഉടമ ന്യൂസ് മലയാളത്തോട്. രാധാകൃഷ്ണനും അയാളുടെ ടീമും വന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അയാൾക്ക് കൊടുക്കേണ്ട ആൾക്കാർ കൊണ്ടുപോകുന്നു. 48 പേരുണ്ട്, ഇനി 2 പേര് പിന്നെ വരും എന്ന് പറഞ്ഞു. ഇവിടെ അല്ലേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് ഇത് ആളൊരു BJPക്കാരനാണെന്നും ഒരു മുൻപത്തെ കോൺഗ്രസ്സുകാരനാണ്. മണലൂരും BJPയുടെ കിറ്റ് വിതരണം എന്ന ആരോപണം. തയ്യാറാക്കിയത് 1500-ലധികം കിറ്റുകൾ. സ്ഥലത്ത് LDF UDF പ്രവർത്തകരുടെ പ്രതിഷേധം. വോട്ടെടുപ്പിന് 4 ദിവസം ശേഷിക്കെ സംസ്ഥാനത്ത് കളം നിറഞ്ഞ് താരപ്രചാരകർ. കോഴിക്കോട് ബേപ്പൂരിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോഡ് ഷോ. കണ്ണൂരിൽ TO മോഹനനായി വോട്ട് അഭ്യർത്ഥിച്ച് DK ശിവകുമാർ. മല്ലികാർജ്ജുൻ ഖാർഗെ വൈകിട്ട് കൊല്ലത്ത്. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ UDF ശ്രമിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിനെന്ന് TP രാമകൃഷ്ണൻ. UDF-ന്റേത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വൃത്തികെട്ട നിലപാട്. ഇടതുമുന്നണി അത്തരമൊരു അനൗൺസ്മെന്റിന് അംഗീകാരം നൽകിയിട്ടില്ല. ഞങ്ങൾ അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ രേഖയുണ്ട്, റെക്കോർഡ്. അതിനകത്ത് ഒരു പരാമർശവും ഇങ്ങനെ കമ്മ്യൂണലായിട്ടോ അല്ലെങ്കിൽ വേറെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിക്കെതിരായിട്ടോ ഒരു പരാമർശമില്ല. ആരെങ്കിലും ബോധപൂർവം ഞങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ചെയ്തു എന്നുള്ളത് അറിയില്ല. SDPI-യുമായി CPIM ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിനിടെ UDF-ന് കുറുക്കായി കാസർകോട്ടെ വനിതാ ലീഗ് നേതാവിന്റെ വിദ്വേഷ പരാമർശം. ആയിഷത്ത് ഫർസാനയുടേത് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ. പ്രസ്താവനയിൽ കുറ്റബോധമില്ലെന്ന് ആയിഷത്ത്. വിവാദമായത് ഷാനവാസ് കപടവിശ്വാസിയുടെ പണിയെടുക്കുന്നെന്ന പരാമർശം. ഒറ്റപ്പാലത്ത് BJP UDF ഡീലെന്ന് CPIM. ഡീലിനായി മുൻ BJP സ്ഥാനാർത്ഥിക്ക് PK ശശി 50 ലക്ഷം നൽകിയെന്ന് EN സുരേഷ് ബാബു. പണം കൈമാറിയത് എറണാകുളത്തെ ഏജൻസി വഴി. നിലവിലെ BJP സ്ഥാനാർത്ഥിക്ക് ഡീൽ അറിയാമെന്നും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. പാലക്കാട് മണ്ഡലത്തിൽ UDF ഡീൽ ആരോപണം ഉന്നയിച്ചത് LDF ജയിക്കുമെന്ന ഘട്ടം എത്തിയപ്പോൾ എന്ന് M സ്വരാജ്. UDF അസ്വസ്ഥതയും അസഹിഷ്ണുതയും പ്രകടിപ്പിക്കുന്നത് തോൽവി ഉറപ്പായപ്പോൾ. ഡീൽ ആരോപണം വികസനം ചർച്ചയാകാതിരിക്കാൻ 1960-ൽ ജനസംഘവുമായി ഡീൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിനെന്നും സ്വരാജ് ന്യൂസ് മലയാളത്തോട്. ഇഷ്ടപ്പെടുന്ന സ്വീകാര്യതയുള്ള നല്ല സെക്കുലറായ ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി ഇപ്പോൾ ജയിക്കുന്ന നിലയിലേക്ക് വരുമ്പോൾ വല്ലാത്ത അസഹിഷ്ണുതയും അസ്വസ്ഥതയും UDF പ്രകടിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. അല്ലാതെ മറ്റൊരു അടിസ്ഥാനവും ആരോപണങ്ങൾക്കില്ല.
നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരം നൽകിയെന്ന CPIM ആരോപണം തള്ളി PK ശശി. കോടതിയിൽ പോകാൻ വെല്ലുവിളി. സത്യം കോടതിയിൽ തെളിയിക്കാം. തനിക്കെതിരെ CPIM വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതായും PK ശശി. ബാലറ്റിൽ പേര് മാറ്റി നൽകാത്തതിനെ ചോദ്യം ചെയ്ത് തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ ഹൈക്കോടതിയിലേക്ക്. റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിച്ചത് ഏകപക്ഷീയ നിലപാടെന്ന് ചൂണ്ടിക്കാട്ടി നാളെ ഹർജി സമർപ്പിക്കും. ജനങ്ങൾക്ക് പരിചിതമായ പേര് ബാലറ്റിൽ വേണമെന്ന കോടതി നിർദ്ദേശം പാലിച്ചില്ലെന്നും ആക്ഷേപം. കേരള മനസ്സറിഞ്ഞ് ന്യൂസ് മലയാളം പ്രീപോൾ സർവേ. അന്തിമ ഫലം ഇന്ന് രാത്രി 8 മുതൽ 10 വരെ തത്സമയം. നാട് ഭരിക്കേണ്ടവർ ആരെന്ന് വോട്ടർമാരുടെ നിർണായക പ്രവചനം. കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളി യുവതിക്കായി തെരച്ചിൽ. കർണാടക പോലീസും വനം വകുപ്പും ചേർന്ന് 4 സംഘങ്ങളായി തിരിഞ്ഞു പരിശോധന. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെന്ന് ശരണ്യയുടെ പിതാവ് ഗോപി. നാദാപുരം സ്വദേശി ശരണ്യയെ കാണാതായത് 4 ദിവസം മുൻപ്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തുമായി തെളിവെടുപ്പ്. ഫോർട്ട് കൊച്ചിയിലെ ചിത്രീകരണ സ്ഥലത്തും AR ക്യാമ്പിലുള്ള ക്യാരവനിലും എത്തിച്ച് തെളിവെടുത്തു. കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലിലും ആരോപണം നിഷേധിച്ച് രഞ്ജിത്ത്. സംഭവ ദിവസം സെറ്റിലുണ്ടായിരുന്ന കൂടുതൽ പേരുടെ മൊഴി എടുത്തു. അതിക്രമത്തെക്കുറിച്ച് അറിയില്ലെന്ന് ക്യാരവാൻ ഡ്രൈവറുടെ മൊഴി. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റം. മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിന്റെ ഹൃദയം മറ്റൊരാൾക്ക് പുതുജീവനേകും. വൃക്കയും കരളും കോണിയയും അടക്കം മറ്റ് അവയവങ്ങളും കൈമാറും. ഹൃദയം 2 മണിയോടെ എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും കോട്ടയം പോലീസ് ഗ്രൗണ്ടിൽ എത്തിക്കും. റോഡ് മാർഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയിൽ പങ്കെടുത്ത 10,000. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. യുദ്ധക്കെടുതിയിൽ മനംമടുത്ത് മാനുഷിക മൂല്യങ്ങൾ കൈവിട്ടു പോകരുത് എന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ലിയോ 14 മാർപ്പാപ്പ. ഭയത്തിനും യുദ്ധത്തിനുമിടയിൽ തളർന്നു പോകരുത്. ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടരുതെന്നും മാർപ്പാപ്പ. FCRA ബില്ലിന് പിന്നിൽ രഹസ്യ അജണ്ടയുണ്ടെന്ന് ആന്റോ ആന്റണി MP. ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് സ്വീകരിച്ചത് സംഘപരിവാർ സംഘടനകൾ. ഹിറ്റ്ലർ പോലും നടപ്പാക്കാത്ത നയമാണ് മോദി നടപ്പാക്കുന്നത് എന്ന് ആന്റോ ആന്റണി ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. ഇത് ഹിറ്റ്ലർ പോലെ ഇത്രയും വലിയൊരു ഫാസിസം ജർമ്മനി നടപ്പാക്കിയിട്ടില്ലല്ലോ. അപ്പം ഹിറ്റ്ലർ ചെയ്യാത്ത കാര്യമാണ് ഇവിടെ ഇന്ത്യയിൽ നരേന്ദ്രമോദി നടപ്പാക്കാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ RSSന്റെ ഹിഡൻ അജണ്ടയാണ്. ഇത് കേരളം തിരിച്ചറിയേണ്ടതുണ്ട്, ഇന്ത്യ തിരിച്ചറിയേണ്ടതുണ്ട്. കോഴിക്കോട് പടക്ക നിർമ്മാണത്തിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ വീട് വാടകയ്ക്കെടുത്ത വിഷ്ണു കസ്റ്റഡിയിൽ. നരഹത്യയ്ക്കും സ്ഫോടക വസ്തു സൂക്ഷിച്ചതിനും കേസ്. അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പരിക്കേറ്റവരുടെ നില ഗുരുതരം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമാക്രമണം തുടർന്ന് ഇറാൻ. അബുദാബിയിലെ പെട്രോകെമിക്കൽ പ്ലാന്റിൽ മിസൈൽ അവശിഷ്ടം പതിച്ച് തീപിടുത്തം. കുവൈറ്റിൽ ജലശുദ്ധീകരണശാലയും വൈദ്യുതി നിലയങ്ങളും ലക്ഷ്യമിട്ട ആക്രമണം. ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചെന്ന് സൗദി. വീണ്ടും US വിമാനം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ട് ഇറാൻ. ഇസ്ഫഹാനിൽ C-130 ഫ്യൂവലിംഗ് വിമാനം തകർത്തെന്ന് IRGC. ഇറാൻ തകർത്ത F-15 യുദ്ധവിമാനത്തിന്റെ പൈലറ്റിനെ രാജ്യത്തിന് പുറത്തെത്തിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. രക്ഷിക്കാനായത് കനത്ത പോരാട്ടത്തിനൊടുവിൽ. FA കപ്പിൽ സെമി കാണാതെ ആഴ്സണൽ പുറത്ത്. ക്വാർട്ടറിൽ സതാംപ്ടനോട് വീണു. ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും സെമിയിൽ. സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുടർന്ന് ബാഴ്സലോണ. റയലിനെ അട്ടിമറിച്ച് മയോർക്ക.